ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആഹാരം കൊടുക്കുന്നതിന് സർക്കാർ എതിരല്ലെന്ന് വ്യക്തമാക്കി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം താൻ നടത്തിയ പ്രസ്താവന ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നിർദ്ദിഷ്ടവും പ്രത്യേകവുമായ സാഹചര്യത്തെ മാത്രം ഉദ്ദേശിച്ചതായിരുന്നു എന്നും അതിനെ പൊതുവായൊരു സർക്കാർ നയമായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നുമാണ് മന്ത്രി ഇപ്പോൾ നൽകുന്ന പുതിയ വിശദീകരണം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസാരിച്ച മന്ത്രി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചില സംഘടനകൾ ഭക്ഷണം നൽകുന്നതിന്റെ മറവിൽ സംഘടിതമായി സ്ഥലം കയ്യേറിയതായാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വ്യക്തമാക്കി. ആശുപത്രിയുടെ ഭാവി വികസന പ്രവർത്തനങ്ങളെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നീങ്ങിയത്. സ്ഥലം കയ്യേറി ബാനറുകളും കൊടികളും കെട്ടുന്നതിനോടാണ് എതിർപ്പുള്ളതെന്നും അല്ലാതെ പാവപ്പെട്ട രോഗികൾക്ക് ആഹാരം നൽകുന്നതിനോടല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും സുതാര്യമായി ഭക്ഷണം ലഭ്യമാക്കാനും വേണ്ടിയാണ് കമ്മ്യൂണിറ്റി കിച്ചണുകൾ എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഈ പദ്ധതി ആദ്യമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കുമെന്നും ഇതോടെ എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. എന്നാൽ മന്ത്രിയുടെ ഈ നിലപാട് മാറ്റം വിവാദങ്ങൾക്ക് വിരാമമിടാൻ അല്ലെന്നാണ് പുറത്തുവരുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. തുടക്കത്തിൽ ബാനറും കൊടിയും കെട്ടി ആശുപത്രി പരിസരത്ത് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന കർശന നിലപാടെടുത്ത മന്ത്രി പിന്നീട് കാര്യങ്ങളിൽ അയവ് വരുത്തിയതിന് ഭരണപക്ഷത്തിനുള്ളിൽ നിന്നു തന്നെ ഉയർന്ന കടുത്ത എതിർപ്പുകൾ കാരണമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐ നേതൃത്വം മന്ത്രിയുടെ നിലപാടിനെതിരെ പരസ്യമായി രംഗത്തെത്തി. ഭരണപക്ഷം കാര്യങ്ങൾ മുടക്കാൻ നോക്കുമ്പോൾ അത് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് വ്യക്തമാക്കി. ആശുപത്രികളിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ജനസേവനമെന്ന നിലയിൽ പൊതുച്ചോറ് വിതരണവുമായി മുന്നോട്ടു പോകുന്നത്. കൊടിയുടെ നിറം നോക്കിയല്ല തങ്ങൾ രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്നത്. സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും അതുവരെ പാവപ്പെട്ടവരുടെ വയറെരിയുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നുമാണ് വസീഫ് ഓർമ്മിപ്പിക്കുന്നത്. ഭരണപക്ഷത്തിനുള്ളിൽ നിന്നും അതിരൂക്ഷ വിമർശനം വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് CPMന്റെ മുതിർന്ന നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും പ്രതികരണങ്ങളാണ്. ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പരസ്യമായ വിമർശനവുമായി CPM നേതാവും MLAയുമായ PA മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. പൊതുച്ചോർ വിതരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരിൽ നിന്നും ഒരു പരാതിയും ഉയർന്നു വന്നിട്ടില്ലെന്നും പരാതികൾ ഇല്ലാത്ത കാര്യത്തിൽ മന്ത്രി എന്തിനാണ് ധൃതി പിടിച്ച് ഇടപെട്ടതെന്നും റിയാസ് ചോദിച്ചു. ചർച്ചകൾ നടത്താതെ തന്നിഷ്ടപ്രകാരം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന രീതി ശരിയല്ലെന്നും സാമന്തരാജാവിനെ പോലെ മന്ത്രി പെരുമാറരുതെന്നും റിയാസ് തുറന്നടിച്ചു. പകരം സംവിധാനങ്ങൾ പൂർണ്ണമായി സജ്ജമാക്കാതെ ഇത്തരം ജനക്ഷേമ പദ്ധതികളെ തടസ്സപ്പെടുത്താൻ നോക്കുന്നത് അംഗീകരിക്കാനാകില്ല. ഡിവൈഎഫ്ഐയെ പോലുള്ള സംഘടനകളുടെ മേൽ കുതിര കയറാൻ വരുന്നതിന് പകരം സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾ തടയാൻ മന്ത്രി ശ്രദ്ധിക്കണമെന്നും റിയാസ് രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തി. റിയാസിന് പുറമെ CPM നേതാവ് M സ്വരാജ്, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്, SFI സംസ്ഥാന സെക്രട്ടറി VS സജീവ് അടക്കമുള്ള പ്രമുഖ നേതാക്കളും മന്ത്രിയുടെ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുൻപ് ദുരന്തമുഖങ്ങളിൽ ഉദ്യോഗസ്ഥർ ഭക്ഷണ വിതരണം തടഞ്ഞപ്പോൾ സർക്കാർ ഇടപെട്ട് പരിഹരിച്ച മാതൃകകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ മന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടിയത്. ആശുപത്രികളിലെ സ്ഥലം കയ്യേറ്റവും വികസന തടസ്സങ്ങളും ചൂണ്ടിക്കാട്ടി കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ബദൽ സംവിധാനത്തിലേക്ക് മാറാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ വർഷങ്ങളായി നടക്കുന്ന ജനകീയ സേവനത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇടത് സംഘടനകൾ ഇതിനെ കാണുന്നത്. മന്ത്രിയുടെ പുതിയ വിഷയത്തോടെ ആലപ്പുഴയിലെ വിഷയം മാത്രമായി ഇതിനെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ പോര് എങ്ങോട്ട് തിരിയുമെന്നാണ് പരക്കെ ഉറ്റുനോക്കപ്പെടുന്നത്.